റുബൂബിയ്യത്തിനെ സംബന്ധിച്ച്, ഇടപെടലുകളെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടല്ലേ നാം അസ്ബാബുകളെ പേടിച്ച് ഓടേണ്ടി വരുന്നത്? നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പേടിച്ച് വരട്ടിയില്ലേ? ഇപ്പോഴും പേടിച്ചോണ്ടിരിക്കുകയല്ലേ? ഫാസിസ്റ്റുകൾ വരുന്നേ. ഫാസിസ്റ്റുകളെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അല്ല, അള്ളാഹു തടയാൻ തീരുമാനിച്ചാൽ നമുക്ക് വല്ലതും നടപ്പിക്കാൻ പറ്റുമോ? ഖുലൂബുൽ മുലൂക്ക് അല്ലാഹുവിന്റെ കയ്യിലല്ലേ? ലാ ഇലാഹ ഇല്ലാ അന മാലിക്കുൽ മുൽക്ക് വ മലിക്കുൽ മുലൂക്ക്. ഇന്നൽ ഇബാദ ഇദാ അതാഉനി ഹവൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഉഫത്തി വറഹ്മ വ ഇന്നൽ ഇബാദ ഇദാ അസൗനി ഹവൽതു ഖുലൂബ മുലൂകിഹിം ബിൽസഖ്തത്തി വന്നിഖ്മ. ഖുദ്സിയ ഹദീസ് ചില ദുഅഫുകൾ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അന, ഞാനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ അല്ലാഹ്. അന മാലിക്കുൽ മുൽക്ക്, അധികാരത്തിന്റെ മാലിക്ക് ഞാനാണ്. അമേരിക്കയ്ക്കൊരു ഭരണമുണ്ട്, ആ ഭരണത്തിന്റെ മാലിക്ക് അല്ലാഹുവാണ്. ഇന്ത്യക്കൊരു ഭരണമുണ്ട്, ആ ഭരണത്തിന്റെ മാലിക്ക് അല്ലാഹുവാണ്. റഷ്യക്കൊരു ഭരണമുണ്ട്, ആ ഭരണത്തിന്റെ മാലിക്ക് അല്ലാഹുവാണ്. ഇസ്രായേലിനൊരു ഭരണമുണ്ട്, ആ ഭരണത്തിന്റെ മാലിക്ക് അല്ലാഹുവാണ്. സംശയമുണ്ടോ ഇക്കാര്യത്തില്? മലിക്കുൽ മുലൂക്ക്, ഭരണത്തിന്റെ അധികാരി മാത്രമല്ല, ഭരണകർത്താക്കൾ അധികാരിയും ഞാനാണ്. മലിക്കുൽ മുലൂക്ക്, രാജ്യം ഭരിക്കുന്നവനെ ഭരിക്കുന്നത് ഞാനാണ്. ഇന്ത്യയെ നരേന്ദ്രമോദി ഭരിക്കുന്നു, നരേന്ദ്രമോദിയെ അള്ളാഹ് ഭരിക്കുന്നു. അമേരിക്കയെ ഒബാമ ഭരിക്കുന്നു, ഒബാമയെ അള്ളാഹു ഭരിക്കുന്നു. റഷ്യയെ പുട്ട് ഭരിക്കുന്നു, പുട്ടിനെ അള്ളാഹ് ഭരിക്കുന്നു. ഇസ്രായേലിനെ നെതന്യാഹു ഭരിക്കുന്നു, നെതന്യാഹിനെ അള്ളാഹ് ഭരിക്കുന്നു. കേരളത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുന്നു, ഉമ്മൻചാണ്ടി അള്ളാഹു ഭരിക്കുന്നു. എങ്കിൽ ഇന്നൽ ഇബാദ ഇദാ അതാഉനി, ആ രാജ്യത്ത് ജീവിക്കുന്ന അടിമകൾ എന്നെ അനുസരിക്കാൻ തയ്യാറായാൽ, എന്നെ അനുസരിക്കാൻ ഇത്താഅത്തിന്റെ ഒന്നാമത്തത് എന്താണ്? എന്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കാൻ തയ്യാറായാൽ. ഹവൽതു ഖുലൂബ മുലൂകിഹിം, രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ മനസ്സ് ഞാൻ തിരിച്ചു തരാം. അലൈഹിം ബിർറഉഫത്തി വറഹ്മ, നിങ്ങളോട് കരുണയും കൃപയുമുള്ള ഭരണാധികാരികളെ ഞാൻ മാറ്റിത്തരാം. വഅദ അല്ലാഹുവിന്റേതാണ്. നരേന്ദ്രമോദിന്റെ കൽബ് കൈകാര്യം ചെയ്ത അള്ളാന്റേതാണ് വഅദ. നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് ഞാൻ അനുകൂലമാക്കി തരാം. നമുക്ക് അള്ളാന്റെ വഅദയിൽ വിശ്വാസമില്ല. തൗഹീദ് പ്രസംഗിക്കുന്നൊക്കെ ശരിയെന്ന്, പക്ഷെ വഅദയിൽ വിശ്വാസം വേണ്ടേ? സമൂഹത്തെ നാം പറഞ്ഞ് പേടിപ്പിക്കുന്ന നരേന്ദ്രമോദി വരുന്ന രക്ഷയില്ല. ഇല്ല, ഒന്നും ചെയ്യാൻ നരേന്ദ്രമോദിയെ കൊണ്ട് കഴിയില്ല. അദ്ദേഹത്തിന്റെ അനുയായികളെ കൊണ്ടും കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇല്ല സുഹൃത്തുക്കളെ, കഴിയില്ല. കാരണം 100% അള്ളാഹുവിന്റെ പിടുത്തത്തിലാണ്. എപ്പോഴൊഴികെ മുസ്ലിം ഉമ്മ ഷഹാദത്തിൽ ഖിയാനത്ത് കാണിച്ചാൽ ഒഴികെ, ഷഹാദത്തിൽ ഖിയാനത്ത് കാണിച്ചാൽ ഒഴികെ, ഷഹാദത്തിൽ അമാനത്ത് നിലനിർത്തുന്ന കാലത്തോളം മുസ്ലിം ഉമ്മത്തിനെ തൊടാൻ ഒരു ഈസക്കും കഴിയില്ല. ഷഹാദത്തിൽ അമാനത്ത് കാണിച്ചാൽ, ഷഹാദത്തിൽ ഖിയാനത്ത് കാണിച്ചാൽ, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരയില്ല. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും അവർക്ക് വേണ്ടി കരയില്ല, ഭൂമിയും അവർക്ക് വേണ്ടി കരയില്ല. ഒമാക്കാനോ മുൻലരീൻ, ഒന്നും പ്രതീക്ഷിക്കാനുമില്ല. ആകാശത്തിനും രക്ഷയില്ല, ഭൂമിയിലും രക്ഷയില്ല. ആ രീതിയിൽ കഷ്ടപ്പെടുത്തുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സമൂഹമായി മുസ്ലിം ഉമ്മത്ത് മാറും. വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ വിഷയം പഠിക്കണം. തൗഹീദ്, അതിന്റെ തർബിയത്തും തഹ്കീക്കും മനസ്സിലാക്കിയെടുത്തേ പറ്റൂ. തർബിയത്തു തൗഹീദി വ തഹ്കീകുഹാ, തൗഹീദിന്റെ തർബിയത്തും തൗഹീദിന്റെ തഹ്കീക്കും. അത് എന്തിൽ നിന്ന് പഠിക്കണം? അഖ്ബാറുകളിൽ നിന്ന് പഠിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ 2 കാര്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഒന്ന് അൽ അഖ്ബാർ, 2 അൽ അഹ്കാം. അഖ്ബാറുകളും അഹ്കാമുകളുമാണ് ഖുർആനിൽ. 90% അഖ്ബാറുകളാണ്, 10% അഹ്കാമുകളുള്ളൂ. എന്താണ് ഈ അഖ്ബാറുകൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി നിർമ്മാണം മുതൽ ഖിയാമത്ത് നാൾ വരെയും അതിനുശേഷവുമുള്ള മുഴുവൻ ഖബറുകളും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ അഖ്ബാറുകൾ 2 വിഭാഗമാണ്. ഒന്ന് അള്ളാഹിനെ പറ്റിയുള്ള അഖ്ബാറുകൾ, 2 മഖ്ലൂക്കിനെ പറ്റിയുള്ള അഖ്ബാറുകൾ. ആ രീതിയിൽ ഈ അഖ്ബാറുകളെ കിതാബിൽ വിശദീകരിച്ചത് എന്തിനാണ്? മുഹമ്മദി ഉമ്മത്തിന് തൗഹീദിൽ തർബിയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഭൂമിയിലെത്തിയ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിലാഫത്ത് നൽകിയത് രാജ്യാധികാരം നിലനിർത്താനോ പാർലമെന്ററി സീരീസ് ഭരിക്കാനോ എന്നിട്ട് ഇസ്ലാമിനെ അങ്ങ് രക്ഷപ്പെടുത്താനോ അല്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചുള്ള അല്ലാഹു തആല 3 വഅദ ചെയ്തിട്ടുണ്ട്. ഒന്ന് അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള്, രണ്ടാമത്തത് അത്തംകീനു ഫിദ്ദീൻ, മൂന്നാമത്തത് തബ്ദീലുൽ ഖൗഫി ബിൽ അംൻ. ഒന്നാമത്തത് എന്താണ്? അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള്. ഭൂമി ആര് ഭരിച്ചാലും ശരി ആധിപത്യം മുസ്ലിമീങ്ങളുടെ കയ്യിലായിരിക്കും. ആരോ ഭരിച്ചോട്ടെ രാജ്യം, ഒബാമയോ പുട്ടോ സാമ്പാറോ ആരോ ഭരിക്കട്ടെ രാജ്യം, ആധിപത്യം മുസ്ലിമീങ്ങളുടെ കയ്യിൽ. അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള്. അതെങ്ങനെ? അത് വിശദമായി പഠിക്കേണ്ട കേസാണ്. രണ്ടാമത്തത് തംകീനു ഫിദ്ദീൻ, രാജ്യം ആരോ ഭരിച്ചോട്ടെ. ഫാസിസ്റ്റുകൾ മറുപടി കൂട്ടും, ഇസ്ലാം പറ്റൂല, നിയമങ്ങൾ നടത്തണം, ശരീഅത്ത് മനസ്സിലാക്കണം, നൊടിഞ്ഞോട്ടെ. പണ്ട് CH മുഹമ്മദ് വയസ്സായി പറഞ്ഞതുപോലെ പട്ടികൾ കുരക്കും, തർത്തവഹ സംഘം മുന്നോട്ട് ഗമിക്കും. കുരക്കട്ടെ തെരുവുകളിൽ നിന്ന്. നാം പരിഗണിക്കേണ്ടയില്ല ആ കുരക്കൽ. അത് വെറും കൊര മാത്രമാണ്, അത് വെറും കൊര മാത്രമാണ്. അല്ലാഹു തആല പറഞ്ഞ തംകീനു ഫിദ്ദീൻ, നിങ്ങൾ ഏത് ദീനാണോ അല്ലദിർതലാലഹും, ഏത് ദീനാണോ നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നത് ആ ദീനനുസരിച്ച് ജീവിക്കാൻ എവൻ രാജ്യം ഭരിച്ചാലും നിങ്ങൾക്ക് ഞാൻ സൗകര്യം ചെയ്തു തരാം. എന്നതല്ല വയതാ വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതദാ ലഹും. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്ത ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. അത്തംകീനു ഫിദ്ദീൻ അല്ലാഹുവിന്റെ വഅദയാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ആധിപത്യം അല്ലാഹുക്ക് മാത്രമാണെന്നും നായകത്വം മുഹമ്മദ് മുസ്തഫാക്ക് മാത്രമാണെന്നും അംഗീകരിച്ചവർക്ക് അല്ലാഹു കൊടുത്ത വഅദ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം. നിങ്ങളുടെ പൂർവികന്മാർക്ക് നൽകിയതുപോലെ ഭൂമിയിൽ സകലാധിപത്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്ന ദീൻ, ആ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും ഞാൻ ഉണ്ടാക്കി തരും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾക്ക് കമ്മ്യൂണിസത്തെ പേടി, ഫാസിസത്തെ പേടി, അതേപോലെ തന്നെ സൈനിസത്തെ പേടി, അതേപോലെ തന്നെ സകലം പേടി പേടി പേടി. ആ പേടി മാറ്റി നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ക്ലിയർ അല്ലേ കാര്യം? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം എന്താണ് ചെയ്യേണ്ടത്? യഅ്ബുദൂനനി, എന്ത് പ്രശ്നത്തിനും എന്നെ മാത്രം നിങ്ങൾ ഇടപെടിപ്പിക്കുക. ഇബാദത്തിന് പക്ഷെ നിങ്ങൾ ആരാധന എന്നർത്ഥം വെച്ചിട്ടുണ്ടാവാം, നാം അത് അംഗീകരിച്ചില്ല. നാം പറയുന്നു ഇബാദത്തുല്ലാഹി വഹദ എന്ന് വെച്ചാൽ ഓരോ പ്രശ്നത്തിനും അല്ലാഹനെ മാത്രം ഇടപെടിപ്പിക്കുക. ഉഅ്ബുദൂ ഐ വഹീദൂ, എന്ത് കാര്യമുണ്ടെങ്കിലും ശരി അതിൽ അല്ലാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി എന്നെ മാത്രം ഇടപെടിപ്പിക്കൂ. യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ഇടപെടിപ്പിക്കുക. നിങ്ങൾ ഇടപെടിപ്പിക്കുക എന്നുള്ള വർത്തും ഇബാദത്തും തമ്മിലൊന്ന് പഠിച്ചു നോക്കി, രസകരമാണ്. ഹലാവത്തുൽ ഈമാൻ അതിലൂടെ കിട്ടും, ഈമാന്റെ രുചി. സകല വിഷയത്തിനും അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുക. അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, കംപ്ലീറ്റ് കാര്യത്തിൽ ആരെടപെടിപ്പിക്കുക? അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുക. ഏതുപോലെ ഇടപെടിപ്പിക്കണം? അംബിയാ മുർസലീങ്ങൾ ഇടപെടിപ്പിച്ചതുപോലെ ഇടപെടിപ്പിക്കണം അല്ലാഹുവിനെ. അത്ര സുന്ദരമാണ് തൗഹീദിന്റെ വിഷയം. തൗഹീദിന്റെ തർബിയത്ത് അത്രയും ഗാംഭീര്യമുള്ളതാണ്. തർബിയത്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തിലാഉ ചെയ്തും തഹ്ഖീഖിന് വേണ്ടി, എന്ന് വെച്ചാൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ആദ്യം തൗഹീദിലുള്ള തർബിയത്ത് അല്ലാഹു കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. തർബിയത്ത് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല തർബിയത്ത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പരീക്ഷിക്കാൻ, അഥവാ തൗഹീദ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു ചില വിഷയങ്ങൾ ഉണ്ടാക്കും. അവിടെയാണ് പൊട്ടുക, അവിടെയാ പൊട്ടുക. അതുവരെ ഒറ്റയടിക്ക് 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലേക്ക്, 2-ാം ക്ലാസ് 3-ാം ക്ലാസ്സിലേക്ക്, 4-ാം ക്ലാസ്സിലേക്ക്, 5-ാം ക്ലാസ്സിലേക്കോ തൗഹീദ് 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 10-ാം ക്ലാസ്സിലെത്തി. 10-ാം ക്ലാസ് വരെയും തർബിയത്തായിരിക്കും. 10-ാം ക്ലാസ്സിലെത്തിയപ്പോഴായിരിക്കും അല്ലാഹു തഹ്ഖീഖിന് വേണ്ടി കളമൊരുക്കുക. പൊട്ടും. 10 നേരെ 1-ാം ക്ലാസ്സിലേക്ക് വീണ്ടും വരും. ഇതാണ് ഇപ്പൊ തൗഹീദ് പ്രബോധനത്തിൽ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരുന്ന കാഴ്ച. എന്തുകൊണ്ടാണെന്നറിയോ? അത് തൗഹീദ് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. തൗഹീദ് ഒന്ന് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണെന്ന് കരുതിപ്പോയി. അല്ല, തൗഹീദ് 3 കാറ്റഗറിയാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദ ലാ ശരീക ലഹ്, അതതിന്റെ പ്രൈമറി സ്റ്റേജാണ്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അതിന്റെ സെക്കൻഡറി സ്റ്റേജാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോഴേ തൗഹീദ് ഫ്ലാറ്റ് ആവുള്ളൂ.
أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു നിന്നും 100 കൊല്ലം അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ അവസരം കിട്ടിയില്ല. അപ്പോഴേക്ക് ശൈത്താൻ വേറെ എന്തെങ്കിലും കൊണ്ടുവരും. തഹ്കീക്കിന്റെ സമയം വരുമ്പോ നമ്മൾ പൊട്ടും, വീണ്ടും 1-ാം ക്ലാസ്സിലേക്ക് പോകും. പിന്നെയും തുടങ്ങും അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് എത്തുമ്പോഴേക്ക് ശൈത്താൻ വീണ്ടും വേറെ എന്തെങ്കിലും കൊണ്ടുവരും. ഒറ്റയടിക്ക് വീണ്ടും പുറകോട്ട് പോകും. എത്താറേയില്ല. എന്റെ അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അത് തഹ്കീഖാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്റെ അല്ലാഹ് കഴിവുള്ളവനാണെന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമുക്ക് ബോധിപ്പിക്കാൻ കഴിയണം. അപ്പോഴേ തഹ്കീഖിൽ ജയിക്കാൻ കഴിയുള്ളൂ. തഹ്കീഖിൽ പൊട്ടിയാൽ ഒന്നിക്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യപ്പെടും. അത് ആലിമായാലും ശരി, മുഹദ്ദിസായാലും ശരി, മുഫസ്സിറായാലും ശരി, ആരായാലും ശരി, അല്ലാഹ്ക്ക് വിഷയമല്ല. വത്തലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ. അതിന് ഉദാഹരണം പറഞ്ഞു തന്നു അല്ലാഹു തആല. എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ നൽകിയ ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ വായിച്ചു കൊടുക്കും മുഹമ്മദ് നബിയെ. അവർക്കെല്ലാം കൊടുത്തു, ഞാൻ അറിവെല്ലാം കൊടുത്തു, അദൃശ്യജ്ഞാനങ്ങൾ ഞാൻ കൊടുത്തു. അവർക്ക് പല കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ഞാൻ സ്വന്തമായിട്ട് കൊടുത്തു. ഞാനും എന്റെ അടിമയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ പേരില്. പക്ഷേ അയാൾ അത് വകവെച്ചില്ല. അയാൾ അത് വെച്ചുകൊണ്ട് ദുനിയാവിലേക്ക് നീങ്ങി. അല്ലാഹു തആല പറഞ്ഞു മസലുഹു കമസലിൽ കൽബ്. അത്ര വലിയ മനുഷ്യൻ അവസാനം പട്ടിയെ പോലെയാണ് ആയത്. ഖുർആൻ മസലുഹു കമസലിൽ കൽബ്. അയാൾ പട്ടിയെ പോലെ നാവ് നീട്ടി നടക്കുന്ന ആളായി എന്ന് പറഞ്ഞു ഖുർആൻ. ഇതാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവസ്ഥ. അതുകൊണ്ട് നാം ഷഹാദത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകാതെ, ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുക. അതിനുള്ള അഅമാലുകൾ ഭദ്രമായി നിലനിർത്തുക. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു തആല ചോദിച്ച അടിസ്ഥാനം എന്താണ്? യഅ്ബുദൂനനി. എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ മാത്രം ഇടപെടിപ്പിക്കുക. വലാ യുശ്രികൂ ബി ശൈആ. ഒരു വസ്തുവിനെയും എന്നെ ഇടപെടിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒന്നിനെയും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാൻ പറ്റുകയില്ല. എനിക്കുള്ളത് 100% എനിക്ക് തരണം. എന്റെ ദാത്ത് അതെനിക്ക് മാത്രം വിട്ടുതരണം. എന്റെ സിഫാത്ത് അതെനിക്ക് മാത്രം വിട്ടുതരണം. എന്റെ അസ്മാ അതെനിക്ക് മാത്രം വിട്ടുതരണം. എന്റെ റുബൂബിയത്ത് എനിക്ക് മാത്രം വിട്ടുതരണം. എന്റെ ഉലൂഹിയത്ത് എനിക്ക് മാത്രം വിട്ടുതരണം. ഈ 5 കാര്യത്തിൽ ഒരു ഈച്ചന്റെ കണ്ണോളം അള്ളാഹു അല്ലാത്ത മറ്റൊക്കെ കൊടുത്താൽ അപ്പം നിങ്ങളെ ഞാൻ തള്ളും. തള്ളുക മാത്രമല്ല, നരകത്തിൽ കാലാകാലം നിങ്ങൾ വസിക്കേണ്ടിയും വരും. ഇത്ര കൃത്യവും തീവ്രവുമാണ് കാര്യം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വന്ന മനുഷ്യന് ഖിലാഫത്ത് നൽകി എന്ന് പറഞ്ഞത് അല്ലാഹു തആല ഒരാദരവായിട്ട് നൽകിയതാണ്, ഇക്റാമിന്റെ ഭാഗമായിട്ട് നൽകിയതാണ്. എന്താണ് ഈ ഖിലാഫ? പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള പ്രാഥമികാവകാശം